ഹലോ ഫ്രണ്ട്സ്, വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ വീട്ടിൽ ഈസിയായി തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതിനെന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ഈസിയായ കുറച്ച് സാധനങ്ങൾ മതി. അരിപ്പൊടി, അതുപോലെ തേങ്ങ ചിരകിയത്, ഉള്ളി അരിഞ്ഞത്, കറിവേപ്പില, കടുക്, ഉപ്പ്, മുളക് പൊടി, വറ്റൽമുളക്. ഒരു പാത്രത്തിലേക്ക് പൊടി ഇട്ടിട്ട് അതിലേക്ക് ഉപ്പിടുക. എന്നിട്ടിത് നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്നത് പോലെ നന്നായി നനച്ചെടുക്കുക. കുറച്ച് സാദാ പച്ചവെള്ളം ഒഴിച്ച് നനച്ചാൽ മതി. വറുത്ത അരിപ്പൊടി ആയിരിക്കണം. ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചെടുക്കണം. നല്ല ടേസ്റ്റിയായ ഒരു ഉപ്പുമാവാണിത്. രാവിലെകളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇപ്പോൾ പൊടി ഇതേ നോക്ക് നന്നായി നനഞ്ഞിട്ടുണ്ട്. ഈ പരുവത്തിൽ നന്നായി ആക്കി നനച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ ഇതിലേക്ക് തേങ്ങയാണ് ചേർക്കേണ്ടത്. തേങ്ങ അധികം ചേർത്താലൊന്നും കുഴപ്പമില്ല, അധികമായ ടേസ്റ്റ് കൂടുകയുള്ളൂ. എത്ര വേണേലും ചേർക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് ചൂടാക്കി ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇടുക. കറിവേപ്പില ഇടുക. കടുക് പൊട്ടിയിട്ടുണ്ട്. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നന്നായി ഇളക്കി കൊടുക്കുക. നല്ല മൂപ്പിച്ചെടുക്കണം. ബ്രൗൺ കളറാവുന്നത് വരെ നന്നായി മൂപ്പിക്കണം. നമ്മൾ 1-2 വറ്റൽമുളക് എടുത്തു വച്ചിട്ടുണ്ട്, കട്ട് ചെയ്തത്. അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായി മൂപ്പിച്ചെടുക്കാം. നന്നായി ഇളക്കി മൂപ്പിക്കണം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. രാവിലേക്ക് സമയമൊന്നും വേണ്ട, 5-6 മിനിറ്റിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു എരിവിനനുസരിച്ച്, ആവശ്യമുള്ള എരിവനുസരിച്ച് മുളക് പൊടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്നതൊന്ന് ചൂടാകുമ്പോഴേക്കും നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന പൊടി ഉണ്ടല്ലോ, തേങ്ങയും പൊടിയും മിക്സ് ചെയ്ത് അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഉണ്ടോ, നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. ഒരു 3-4 മിനിറ്റ്, 3 മിനിറ്റൊക്കെ മതി. എന്നിട്ട് നമുക്ക് നോക്കിയത് ആവി പറക്കുന്നുണ്ട്. അപ്പം തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി ഡ്രൈ ആയി ക്രിസ്പി ആയിട്ടൊക്കെ വേണമെന്നുള്ളവർക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വേണമെങ്കിൽ മൂടി വെച്ച് വേവിക്കാം. ഇതിപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ നോക്കിയപ്പോൾ ഒന്നുകൂടെ ക്രിസ്പി ആയൊരു ഉപ്പുമാവായി. ഇത്രയും വേണ്ടെങ്കിൽ ആദ്യം മൂടി തുറന്നപ്പോൾ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അരിപ്പൊടി വെച്ചിട്ടുള്ള സൂപ്പർ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എത്ര പെട്ടെന്നാണ് ഉപ്പുമാവ് റെഡി ആയത്. ഉണ്ടോ, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയായ ഉപ്പുമാവാണ്. ഇടയ്ക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയതാണ്.
ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ ചാനൽ. ഉണ്ടോ, ഞാനിത് സെർവിങ് ഡിഷിലേക്ക് ജസ്റ്റ് ചുമ്മാ ഡെക്കറേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്.